നമസ്കാരം. ആഗോള വാണിജ്യ കരാറുകൾ ഭാരതം ഇന്ന് ഇയുവുമായി അതായത് യൂറോപ്യൻ യൂണിയനുമായി ഇന്ന് സൈൻ ചെയ്തിരിക്കുകയാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് ഇയുവിൻ്റെ ഹെഡ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായി തന്നെ എതിർപ്പുകളെ, അമേരിക്കയുടെയും മറ്റുമൊക്കെ ഒരു എതിർപ്പ്, ഇതെല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭാരതം ഇന്ന് ഒരു വലിയ തോതിലുള്ള ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം മെജോറിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഒക്കെ തമ്മിലുള്ള ചുങ്കം കുറയ്ക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ചു കാലമായി ട്രംപ് പ്രതികാര ചുങ്കം ഏർപ്പെടുത്തി ഭാരതത്തിനെ മുട്ടുകുത്തിക്കാൻ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അദ്ദേഹം പറയുന്നത് ചുങ്കം ഏർപ്പെടുത്തും, പെനാൽറ്റി ചുങ്കമുണ്ട്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ അതിനൊരു പെനാൽറ്റി ഉണ്ടാകും. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ആവശ്യക്കാരാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരികളാണ് ഈ ചുങ്കം നൽകേണ്ടത്. അപ്പം എസെൻഷ്യലി ഇത് അമേരിക്കക്കാർ തന്നെയാണ് ആ പണം കൊടുക്കേണ്ടത്. നാച്ചുറലി നമുക്കൊരു ഇമ്പാക്റ്റ് ഇല്ല എന്നൊന്നുമല്ല. ഡെഫിനറ്റായിട്ടും ഈ ചുങ്കം വരുമ്പോൾ ആളുകൾ ഇതിനേക്കാൾ കുറഞ്ഞ ചുങ്കം ഉള്ളിടത്തോ അല്ലെങ്കിൽ വില കുറഞ്ഞെടുത്തോ ഒക്കെ മാറിപ്പോയി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചാൻസ് ഇല്ല എന്നല്ല. എന്തായാലും നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം നമ്മുടെ ഒരു സാമ്പത്തിക രംഗത്ത് ഉള്ള ഒരു ഉണർവ്, അല്ലെങ്കിൽ അത് ഒരു GDP വർധനവ്, റേറ്റ് ഓഫ് ഗ്രോത്തിലെ ഇൻക്രീസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഭാരതത്തിന് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. എന്നാൽ ചില സെക്ടറുകളിൽ ഈ പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി പറയുന്നത്, നമ്മൾ ഈ കേരളത്തിലൊക്കെ ഇരുന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ സർവീസ് ഇൻഡസ്ട്രിയാണ്. IT മേഖലകളിലൊക്കെ പലപ്പോഴും പല ഓസ്റ്ററിറ്റി മെഷേഴ്സ്, അതായത് പുതിയ ഹയറിംഗ് ഇല്ല, ഈവൻ ബിസിനസ് ക്ലാസ് ട്രാവൽ പോലും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. നാച്ചുറലി ഇത് ഒരു അൺസർട്ടനിറ്റിയുടെ കാര്യമാണ്. എന്നാൽ ഒരു വിഭാഗം പറയുന്നു കൂടുതൽ ജോലി ഭാരതത്തിലേക്ക് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മിശ്രമാണ്. അതുകൊണ്ട് ഈ ട്രംപിൻ്റെ ടാരിഫ് എന്നും പറയുന്നത് നമ്മളെ ഭീതിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ആ സമയത്താണ് ഏതാണ്ട് 18ഓളം FTAs ഭാരതം സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. 18 രാജ്യങ്ങളോ ഈ പറയുന്ന യൂണിയനുകളോ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യാപാര കരാർ. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാർ. ഇതിനു മുമ്പ് വളരെ ബ്രിട്ടനുമായിട്ട് നമ്മളൊരു വ്യാപാര കരാർ, അതിനകത്ത് 99% വരുന്ന ഭാരതത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 0% ചുങ്കം ടാരിഫ്, 0 ഡ്യൂട്ടിയിലാണ് അവിടെ ഇറക്കാൻ പോകുന്നത്. അപ്പം നാച്ചുറലി അത് ഒരു ഓഫ്സെറ്റ് ചെയ്യും. ഇപ്പം UK സാധനം വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ യൂറോപ്പ് സാധനം വാങ്ങിക്കുമ്പോഴും ഒക്കെ നമ്മളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇടിവ് കുറയും, അല്ലെങ്കിൽ സെക്ടറലായിട്ടുള്ള ഇത് മാറും ജനറലി. അപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ നോക്കുമ്പം UAE-യുമായിട്ട് 2022 ഒരു വ്യാപാര കരാർ, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ചെയ്തത്. അതിൻ്റെ ഫലം എന്തായി? ഏതാണ്ട് ജെംസ് ആൻഡ് ജ്വല്ലറിയിൽ ഏതാണ്ട് 16% വർധനമുണ്ടായി എന്നാണ് കണക്ക്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുമായിട്ട് 2022 വീണ്ടും ഒരു വ്യാപാര കരാർ ഏർപ്പെട്ടപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഏതാണ്ട് 30% കൂടുകയും, അതിൽ UK, ഈ റീസെൻ്റ് ആയിട്ടുള്ള UK-യുമായിട്ടുള്ള FTAയിൽ ഏതാണ്ട് ടെക്സ്റ്റൈൽസിൽ 12% വർധനവും വന്നിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന ഒരു ഉണർവ് ഭാരതത്തിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ സാമ്പത്തിക വിദഗ്ധരും അതിനെ ഒബ്സർവ് ചെയ്യുന്നവരും ഒക്കെ ഈ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്ന് പറയുന്ന ഒരു വ്യാപാര കരാറിനെ ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിസിറ്റ് ഉണ്ടായിട്ടില്ല എന്നല്ല. നമ്മുടെ ഈ
എണ്ണ ഇറക്കുമതിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ ഇറക്കുമതി, ഈവൻ എക്യുപ്മെന്റ് നമ്മൾ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, റോ മെറ്റീരിയൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വിദേശ നാണ്യത്തിന്റെ ഒരു തോത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 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 നെഗറ്റീവ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു ഡെഫിസിറ്റ് ഡെഫിനറ്റായിട്ട് ഈ ട്രേഡിൽ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഇമ്പോർട്ടിന്റെ ഒരു സപ്പോർട്ട് ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ വലിയ ഉണർവ് ഏതാണ്ട് ഇലക്ട്രോണിക്സിൽ 47% വന്നിട്ടുള്ള വർധനവ് ഇതൊക്കെ ഇതിനെ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റായിട്ട് ഇത് നമ്മുടെ ഒരു സാമ്പത്തിക രംഗത്തെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ഈ ഒരു എന്താണ് നമ്മളിന്ന് EU FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അതായത് ഒരു സൂപ്പർ ഡീൽ ഏതാണ്ട് $2.3 ട്രില്യൺ ഗുഡ്സ് ട്രേഡ് കവർ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 90% ഇന്ത്യൻ ഗുഡ്സിന് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കമില്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിൽ ചുങ്കം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ടെക്സ്റ്റൈൽസ് ആകട്ടെ, ലെതർ, ഫാർമസ്യൂട്ടിക്കൽസ്, ജ്വല്ലറി എന്നിവയ്ക്കൊക്കെ വലിയ ഉണർവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ ഏതാണ്ട് 4 ബില്യൺ ഡ്യൂട്ടി സേവിങ്സ് ഉണ്ടാകും. നമ്മുടെ IT പ്രൊഫഷനുകൾക്ക്, സർവീസസിന് വലിയ ഓപ്പണിംഗ് ഉണ്ടാകും. ഇങ്ങനെയുള്ള മേഖലകൾ ഒരു ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം കേരളത്തിൻ്റെ ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള SMEകൾക്കൊക്കെ ഒരു ബംഗ്ലാദേശ് പോലെയോ വിയറ്റ്നാം പോലെയുള്ള ഒരു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഉൽപാദനത്തിലുണ്ടാകുന്ന മികവ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആ വിലയിൽ കിടപിടിച്ച് നിൽക്കാനായിട്ട് ഡെഫിനറ്റായും കേരളത്തിനും വലിയ തോതിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് ഇതിനകത്ത് സർവീസസ് മൊബിലിറ്റി ബൂസ്റ്റ് ഉണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് മോഡ് 4 വിസാസ്, ഫിനാൻസ്, AI എന്ന് പറയുന്ന AI ഉള്ള ചാലഞ്ചസിൽ അല്ലെങ്കിൽ കൊളാബറേഷൻസ്, ഇങ്ങനെയുള്ള ഏരിയസ് ഡെഫിനറ്റായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 25% ടാരിഫിന്റെ കൗണ്ടറായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഒരു വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഇനിയുള്ള ഒരു എപ്പിസോഡ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിന് ചലഞ്ചസ് ഉണ്ടോ? ഞാൻ നോക്കുന്നത് നമ്മുടെ ഒരു ക്വിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും യൂറോപ്പിലേക്കൊക്കെ പോകുന്ന ഇതിൻ്റെ വ്യാപാരത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് യൂറോപ്പ് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു ഈ പ്രോട്ടോക്കോൾസ് പാലിച്ച് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കൺട്രീസാണ്. അവർക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ ESG സർട്ടിഫിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ്റെ കാര്യങ്ങളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാകാം, ഈ ഫാക്ടറികളുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു EU സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വന്നേക്കാം, ഇല്ല എന്നല്ല. ആ ചലഞ്ചസ് മറികടന്നാൽ മാത്രമേ ഒരു പക്ഷേ ഈ പറയുന്ന വലിയ തോതിലുള്ള ബെനിഫിറ്റ് ഭാരതത്തിന് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഈ PPFO അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ് അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഈ ചലഞ്ചസിനെ നടക്കണം. അപ്പം സർട്ടിഫിക്കേഷൻസ് ഉണ്ടാകും, അതുപോലെ തന്നെയുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒക്കെ വലിയ തോതിലുള്ള ശ്രദ്ധ ഈ പറയുന്ന ഉൽപാദകർ നടത്തേണ്ടി വരും. അതിനെപ്പറ്റി ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഫോക്കസ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു FTA ഒരിക്കലും ഒരു സമ്മാനമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കിട്ടുന്ന ഫ്രീ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ആരും ദാനം ചെയ്യുന്നതോ ഒന്നും അല്ല. ഇതൊരു വികസിത ഭാരതത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ പ്രസന്റ് ചെയ്തത് ലോകത്തിന് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രൊഡക്ഷൻ മാത്രമല്ല നമ്മുടെ ഒരു വലിയ ഡെമോഗ്രഫി ഇതിലുള്ളൊരു വിശ്വാസം കാരണമാണ്. അല്ലാതെ ഒരു പ്രതികാര ചുങ്കം വന്നു എന്നുള്ളതല്ല. ഞാൻ കാണുന്നത് ഭാരതം അതിൻ്റെ ഒരു മൈറ്റ് കാണിച്ചു, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കുതിക്കാൻ പറ്റും എന്ന് പറയുന്ന കാലഘട്ടത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഈ കാരണം കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇന്ന് ഭാരതവുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാം എന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി EUയിലേക്ക് ഇതൊക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും
വ്യാപാരം ചെയ്യാൻ ഒക്കുന്ന കരാർ എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയൊരു എപ്പിസോഡിൽ നമുക്ക് സംവാദിക്കാം. താങ്ക് യു.